വളരെ നല്ല ചോദ്യമാണ്. സാധാരണ നോ കമന്റ്സ് എന്നാണ് അതിന് ഉത്തരവായിട്ട് പറയാറുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഗ്രോസ് കളക്ഷൻ്റെ ഒരു 70-75% അതിൻ്റെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ബാക്കി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തോളൂ. അന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇനി അടുത്ത പാർട്ടിലേക്കുള്ള അഡ്വാൻസ് കൊടുക്കാൻ ധൈര്യമായി അഡ്വാൻസ് കൊടുത്തു തുടങ്ങി വിജയ് ബാബു. തിയേറ്റർ കളക്ഷൻ 60 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അത് കിട്ടിയിട്ട് ആദ്യം കടങ്ങൾ വീട്ടണം, അത് കഴിഞ്ഞ് മേടിച്ചേട്ട പൈസ കൊടുക്കണം, അതിനുശേഷം അഡ്വാൻസിലേക്ക് കിടക്കാം. അതല്ലേ എൻ്റെ ഒരു ന്യായമായ കാര്യം. വലിയൊരു ബഡ്ജറ്റിൽ വലിയൊരു ക്യാൻവാസിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു. വളരെ ഒരുപാട് റിസ്ക് അതിനകത്ത്. ബിക്കോസ് മിഡിൽ ഈസ്റ്റ് പോലൊരു മാർക്കറ്റിൽ എന്താവും എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുക വളരെ എളുപ്പമായിരുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ധൈര്യം തന്നത് എൻ്റെ പാർട്ട്ണറായ കാവ്യ ഫിലിംസ് ആൻഡ് വേണു കുന്നപ്പള്ളിയാണ്. കാരണം അദ്ദേഹം ദുബായിൽ താമസിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ കൺട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതിൻ്റെ ഭരണാധികാരികൾക്ക് അറിയാം, ഇവിടുത്തെ ജനങ്ങൾക്ക് അവരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, അവർ തിയേറ്ററിലേക്ക് വരും, ഈ നല്ല സിനിമയെ നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് അവരെന്തായാലും തിയേറ്ററിലേക്ക് വരും. അതേപോലെ തന്നെ സംഭവിച്ചു. ഗംഭീരമായ ഒരു വരവേൽപ്പാണ് മിഡിൽ ഈസ്റ്റിൽ ആട് എന്ന സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 4 ലക്ഷത്തോളം ജനങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ മാത്രം കഴിഞ്ഞ 4 ദിവസം ആട് സിനിമ തിയേറ്ററിൽ പോയി കണ്ടത്. അത് ഞങ്ങൾക്ക് അത് നമുക്ക് മാത്രമല്ല മലയാളം ഇൻഡസ്ട്രിക്ക് വളരെ ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. ഞങ്ങൾ റിലീസ് ചെയ്തതോടുകൂടി മറ്റുള്ള ഏറ്റവും വലിയൊരു കാര്യം സംഭവിച്ചത് തിയേറ്റർ ഇൻഡസ്ട്രിക്ക് വളരെ ഒരു വലിയ ആശ്വാസമാണ്. ഒരുപാട് കോളുകൾ ഞങ്ങൾക്ക് വന്നിരുന്നു, ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് തിയേറ്റർ ഓണേഴ്സ് നമ്മളെ വിളിച്ചിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു റിസ്ക് എടുക്കുകയും അത്രയും വലിയൊരു തീരുമാനം എടുക്കുകയും ചെയ്തത് മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു ഉണർവ് നൽകി. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് കോൾസിൽ ഒരുപാട് നന്ദി പറഞ്ഞിരുന്നു. അതിനും ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഓൺലൈനിലൂടെ അടുത്ത ആട് 4ന്റെ കഥ എന്തായിരിക്കുമെന്ന് ഓൺലൈൻ മീഡിയയിലൂടെ തന്നെ പലരും പ്രവചിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ കഥ എന്തായിരിക്കുമെന്ന് നേരത്തെ പ്രവചിച്ചിരുന്നു. അതൊക്കെ സിനിമ കണ്ടപ്പോൾ എല്ലാവർക്കും അതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടായി. ഇത് ആദ്യമേ തന്നെ എല്ലാവർക്കും നന്ദി. വിജയേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നമ്മൾ സിനിമ റിലീസ് ചെയ്തു. അത് ഒരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ 2ാമത്തെ മികച്ച വീക്കെൻഡ് കളക്ഷനുമായി ആട് 3 മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പം ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ ഫേസ് ചെയ്തിരിക്കുമ്പോൾ. കാരണം തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയ സിനിമയുടെ ഒരു 3ാം ഭാഗം പ്രേക്ഷകർ തിരിച്ചു കൊണ്ടുവന്ന് 3ാം ഭാഗവും വലിയ വിജയമാക്കി തീർക്കുക എന്ന് പറഞ്ഞ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു എന്താ പറയുക പ്രതിഭാസം എന്ന് തന്നെ പറയാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ ഈ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആട് ഫ്രാഞ്ചൈസിൻ്റെ ഫാൻസിനോടും മലയാള സിനിമയുടെ പ്രേക്ഷകരോടും നന്ദി പറയുകയാണ്. നിങ്ങൾ തന്ന പ്രോത്സാഹനത്തിൻ്റെയും ഊർജ്ജത്തിൻ്റെയും ബലത്തിലാണ് ഞങ്ങളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നത്. പിന്നെ സിനിമയ്ക്ക് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമുണ്ടെന്നുള്ളതിൻ്റെ വേറൊരു തെളിവുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടിയാണ് പലരും കടന്നു പോകുന്നത്. ഒരു യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഭീതിയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുമ്പോഴും ഈ ഒരു സിനിമയിലൂടെ ആട് 3 എന്ന സിനിമ അവിടെ റിലീസ് ചെയ്യുകയാണ്. അതിലൂടെ ആൾക്കാരെല്ലാവരും തിയേറ്ററിലേക്ക് പോവുകയാണ്. ആ തിയേറ്ററിലേക്ക് പോയി അവർ സാധാരണ ജീവിതത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് ഈ സിനിമയിലൂടെ കാണാൻ പറ്റി. അത് വലിയൊരു വിജയം. അതിനപ്പുറം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു വലിയ സ്നേഹമായിട്ട് കൂടിയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ആടിൻ്റെ ഈ കുടുംബത്തിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ആട് 1ഉം 2ഉം ഞങ്ങൾക്ക് ഒരുമിച്ചുണ്ടായിരുന്നു. ആട് 3യിലേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനായാലും വിജയത്തിനായാലും നമ്മളെ കൂടെ നിർത്തി
ഒരു ഒത്തിരി സന്തോഷം. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ തമ്പുരാനോടും അതുപോലെ തന്നെ മിഥുനോടും വിജയനോടും അതുപോലെ തന്നെ വേണു സാറിനോടും എല്ലാവരോടും ഒത്തിരി നന്ദി. ആദ്യം തന്നെ മിഥുൻ ചേട്ടനോടും വിജയ് ചേട്ടനോടും നന്ദി, എനിക്ക് സ്റ്റെല്ല എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ തന്നതിന്. എല്ലാവരും പറയുന്നു ഞാൻ പാപ്പനെ തേച്ചു എന്ന്. ഞാൻ പാപ്പനെ തേച്ചിട്ടില്ല. അത് ഞാൻ പാപ്പനോട് പറഞ്ഞു, പക്ഷേ പാപ്പൻ എന്നോട് കാത്തിരിക്കാൻ പറഞ്ഞില്ല. എന്തായാലും സ്റ്റെല്ല എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ എല്ലാവരും സ്വീകരിച്ചു, അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ മിഥുൻ ചേട്ടൻ്റെ 3ാമത്തെ സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. 3 സിനിമയും ബ്ലോക്ക് ബസ്റ്റേഴ്സാണ്. ഒരുപാട് സന്തോഷം. അതെ, ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം. ആടിൻ്റെ വിജയത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇരിക്കാൻ സാധിച്ചത് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ ചിത്രം പൂർത്തിയായത്. അത് വിജയ് ചേട്ടനും മിഥുനും ഇവരൊക്കെ എടുത്ത ആ ഒരു റിസ്ക് നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഒരുപാട് സന്തോഷം ഈ ഒരു വിജയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ ഒരു പ്രസ് മീറ്റിലിരിക്കാൻ സാധിച്ചത്. സോ താങ്ക് യു. എന്നെ സംബന്ധിച്ചിടത്തോളം ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലി പോലെ തന്നെയാണ്. കാരണം സക്കരയുടെ ഗർഭിണികൾ തൊട്ടിട്ട് ഞാൻ ഫ്രൈഡേയുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഫ്രൈഡേയുടെ ഫിലിമിലാണ്. അപ്പോൾ ഫ്രൈഡേയുടെ കൂടെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് കമ്മിങ് ബാക്ക് ടു മൈ ഫാമിലി. അപ്പോൾ അതിലിങ്ങനെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് വന്നതിൽ ഇങ്ങനെ റിസൾട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സക്സസ് ആയ ഒരു കൂട്ടായ്മയിൽ 1ലും 2ലും എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അഭിനയിക്കണമെന്ന്. പക്ഷേ ഇതിൽ 3ലാണ് എനിക്കൊരു എൻട്രി കിട്ടിയത്. ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ്. അതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അതുപോലെ ഡയറക്ടർ, അങ്ങനെ ഞാനിപ്പോഴും ഇങ്ങനെ ആലോചിക്കും ആരായിരിക്കും എന്നെ വിളിച്ചത്. ഞാനിങ്ങനെ അതിൻ്റെ ഒരു അത്ഭുതത്തിലാണ്. കേരളത്തിലും ഓരോ തിയേറ്ററുകളിലും ഹൗസ്ഫുള്ളായിട്ട് നമ്മുടെ ആട് 3 നിറഞ്ഞു ഓടുന്ന കാഴ്ചയാണ് ഇപ്പം ഇതിൻ്റെ പ്രൊമോഷനൊക്കെ ചെയ്യുമ്പോൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കലാകാരൻ എന്ന നിലയിൽ ഭയങ്കര സന്തോഷത്തിലാക്കി. എല്ലാം ഇത് പ്രോത്സാഹനം തന്ന് വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പം മൊത്തത്തിലൊരു ടെൻഷൻ പ്രൊഡ്യൂസറും ഡയറക്ടറും ഉണ്ടായിരുന്നു. ആദ്യ ഷോയിൽ നമുക്കറിയാം നമ്മുടെ ആളുകളാണ് കൂടുതൽ ഷോ കാണുന്നത്. അതിനുശേഷമാണ് ആ ഷോയ്ക്കൊരു നമ്മൾ റിവ്യൂസ് ആണെങ്കിലും നല്ല റിവ്യൂസ്, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റിവ്യൂസ് വരുന്നുണ്ട്. ആദ്യ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയത്? ഡയറക്ടറും പ്രൊഡ്യൂസറും ആദ്യ ഷോ എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ ഷൂട്ട് ഫുട്ടേജ് മുതലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 70ാമത്തെ 75ാമത്തെ ഷോ ആയിരുന്നു തിയേറ്ററിൽ വന്ന ആദ്യത്തെ ഷോ. അപ്പോൾ ആദ്യ സീൻ കണ്ടപ്പോൾ തൊട്ടുള്ള റിലീസ് വരെയുള്ള ടെൻഷൻ അങ്ങനെ തന്നെ. കാരണം നമ്മൾ പുതിയൊരു ജോണറാണ് ട്രൈ ചെയ്യുന്നത്. പുതിയൊരു ജോണർ, അത് ഒരു കോമഡി സിനിമയിൽ നിന്നും ഒരു ഫൺ ഫാൻറ്റസി, എപ്പിക് ഫാൻറ്റസി ജോണറിലേക്ക് മാറുമ്പോൾ അത്രയും വലിയൊരു ബഡ്ജറ്റിൽ അത്രയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ റിലീസ് ചെയ്യുമ്പോൾ ഒരു റൈറ്റ്സിൻ്റെ, അതായത് നമ്മൾ OTT റൈറ്റ്സ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് റൈറ്റ്സിൻ്റെ ചർച്ചകളിലേക്ക് പോകുമ്പോൾ സാധാരണ പ്രീ റിലീസ് നമ്മുടെ സിനിമകൾ കാണിക്കുമ്പോൾ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ആ സമയത്ത് ഏത് സിനിമയും റിലീസ് ചെയ്യുമോ എന്നുള്ള സംശയത്തിൽ ഒരു ചാനൽ പോലും അല്ലെങ്കിൽ ഒരു OTT ചാനൽ പോലും ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറായിരുന്നില്ല. റിലീസ് അത് ഏത് സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പോലും ചിലപ്പോൾ റിലീസ് മാറ്റി വെക്കാം എന്നുള്ളൊരു അവസ്ഥയിൽ 100% റിസ്കിൽ മാത്രമാണ് ആട് ഇറങ്ങുന്നത്. അപ്പം അത് ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് വന്നാൽ മാത്രമേ ബ്രേക്ക് ഈവൻ ആവുള്ളൂ എന്നുള്ള വ്യക്തമായ ധാരണ എനിക്കും വേണുചേട്ടനും ഉണ്ടായിരുന്നു. ഇപ്പോൾ വിജയചേട്ടൻ പറഞ്ഞിട്ട് ഇത് വലിയ ഹിറ്റായാൽ മാത്രമേ അതിലേക്ക് കടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കും ഏകദേശം ഉത്തരവായിട്ടുണ്ട്. ഹിറ്റുമായി, സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി, എന്നാണ് ഡേറ്റുകൾ ലോക്ക് ചെയ്ത് ഷൂട്ട് തുടങ്ങുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കാൽക്കുലേഷനിൽ ഞങ്ങൾക്കൊരു മണ്ഡലത്തിനെ പറ്റിയത് മഴക്കാലത്തിന് തൊട്ട് മുമ്പ് ഷൂട്ട് തുടങ്ങി. അപ്പം അത് പിന്നെ ഞങ്ങൾക്ക് ശീലമാണ്. എല്ലാ കാലത്തും ആടുമായിട്ട് എവിടെ പോയാലും മഴ പെയ്യുന്നൊരവസ്ഥയായിരുന്നു. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ മഴക്കാലത്തെങ്കിൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ തുടങ്ങി ഒരുപാട് നഷ്ടങ്ങളും ഷെഡ്യൂൾ ബ്രേക്കുകളും എല്ലാം അത് അങ്ങനെ വന്നുപോയി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ മഴയൊന്നും ഒതുങ്ങിയിട്ട് എല്ലാവരും നിങ്ങൾക്ക് എപ്പം മഴ വേണമെന്ന് പറയാം. അപ്പൊ ഞങ്ങൾ ഷൂട്ട് വെച്ചാൽ മഴ പെയ്യുന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി കാലാവസ്ഥയുടെ
ഒരു ഇതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ തമിഴ്നാട്ടിൽ 10 വർഷമായിട്ട് മഴ പെയ്യാത്ത ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ കോൾ വന്നിട്ടുണ്ട്, അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു, ഫ്രീ ആയിട്ട് ലൊക്കേഷനൊക്കെ തരാമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അത് നിങ്ങൾ കാണാം, ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കഴിഞ്ഞ ഏകദേശം 10 മാസം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അതായത് കഴിഞ്ഞ മെയ് തൊട്ടിട്ട് ജനുവരി വരെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു. അപ്പൊ അവർക്കെല്ലാം അത്യാവശ്യം കമ്മിറ്റ്മെന്റുകൾ ഉണ്ട്. ഇപ്പൊ ജയസൂര്യ ആണെങ്കിൽ പോലും കഴിഞ്ഞ 4 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. അദ്ദേഹം പാടിന് ശേഷമാണ് 1-2 പടങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് തീർക്കണം. അത്യാവശ്യം നല്ല പ്രീ പ്രൊഡക്ഷൻ വേണ്ട ഒരു സ്ക്രിപ്റ്റാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റിന്റെ ഡേറ്റുകളും ഈ പറയുന്ന അതിന്റെ എന്തൊക്കെ ലൊക്കേഷൻസും അതിന്റെ പ്രീ പ്രൊഡക്ഷനും ഒക്കെ ചെയ്ത് മഴയില്ലാത്തൊരു സമയം നോക്കി ഞങ്ങളത് ഷൂട്ടിങ് ആരംഭിക്കുന്നതായിരിക്കും. 2CR അടുത്ത് ഗ്രോസ് വന്നിട്ടുണ്ട്. എത്രയാണ് എക്സ്പെക്ടേഷൻ ഒരു ഫൈനൽ? അല്ല, അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോകട്ടെ എന്നല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിന്റെ ഒരു പാറ്റേൺ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു സിനിമ അങ്ങനെ ഒരു പാറ്റേൺ, ഇപ്പൊ എൻ്റെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഇത്രയും ഇങ്ങനെ ഒരു കളക്ഷൻ എനിക്ക് എൻ്റെ ലൈഫിലും ആദ്യമായിട്ട്. നമ്മൾ ഏതൊരു പ്രൊഡ്യൂസറിന്റെ ഡ്രീമാണ് ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മാസ് ഹിറ്റ് അടിക്കണം. അത് ഇപ്പൊ ഞാൻ സിനിമയിൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് 14 വർഷമായില്ല. അപ്പൊ ഈ 14 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഒരു മാസ് ഹിറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും എനിക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എനിക്ക് നിങ്ങളോടും ചോദിക്കാം. നിങ്ങൾ ഇതിനു മുമ്പ് പല ഇത് എത്ര തരാം എനിക്കും അറിയില്ല. ഞാനും പുതിയതാണ്. അപ്പം നമ്മുടെ ഒരു ഗെസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഇത് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഇത് ബ്രേക്ക് ഈവൻ ആവുക എന്നുള്ളതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു ഹിറ്റായി ഇത്രയും വലിയ ഗ്രോസ് വന്നിരിക്കണം. മൈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓക്കെ, ഐ ഹാവ് ടു സെൽ ദ റൈറ്റ്സ്, ബ്രേക്ക് ഈവൻ ചെയ്യുക എന്നുള്ള. ഞാൻ അങ്ങനെ ഒരു ഫിഗറിലേക്ക് നോക്കിയിട്ട് അത് എത്തട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല. എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ ചെയ്യുക.